മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ യുഡിഎഫ് എംപിമാർ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. 12 മണിക്ക് പാർലമെന്റിലാണ് കൂടിക്കാഴ്ച. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ അനുഭാവപൂർവമായ നിലപാടെടുക്കാമെന്ന് അമിത്ഷാ സൂചിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഇന്നും നോട്ടീസ് നൽകും. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നൽകിയ നോട്ടീസുകൾ തള്ളിയിരുന്നു. ഇന്നലെ ലോക്സഭയിലെ ശൂന്യവേളയിൽ എംപിമാർ വിഷയം ഉന്നയിച്ചിരുന്നു. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കെ.സി. വേണുഗോപാൽ സഭയിൽ ആവശ്യപ്പെട്ടു. ലോക്സഭയിൽ യുഡിഎഫ് എംപിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. ദുർഗിലെ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ കഴിഞ്ഞ ദിവസം ജാമ്യം തേടി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചുവെങ്കിലും ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച സെഷൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ ദുർഗിലെ സെഷൻ കോടതിയും ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല. മനുഷ്യക്കടത്ത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയത് കൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ തങ്ങൾക്ക് അധികാരമില്ല എന്നായിരുന്നു സെഷൻ കോടതി മറുപടി പറഞ്ഞത്. വിഷയത്തിൽ ബിലാസ്പൂരിലെ NIA കോടതിയെ സമീപിക്കാനും നിർദ്ദേശിച്ചു. അതിനിടെ യുഡിഎഫ് എംപിമാർ കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകളെ ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു. ബുധനാഴ്ച ഇടതു നേതാക്കളും എംപിമാരും ജയിലിലെത്തി കന്യാസ്ത്രീകളുമായി സംസാരിച്ചിരുന്നു. ഈ വിഷയം കെ.സി. വേണുഗോപാൽ പാർലമെന്റിൽ ശക്തമായി തന്നെ ആരോപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത ഒരു ഒറ്റപ്പെട്ട സംഭവമാക്കി തീർക്കാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതിനുള്ള ഉത്തരം നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കുമെന്ന ശബ്ദത്തിലാണ് പ്രതിപക്ഷമുള്ളത്. കേരളത്തിലെ കന്യാസ്ത്രീകൾ പ്രതിഷേധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ആവശ്യമാണ്. സർക്കാർ ഇടപെടണം. അവരെ ഉടൻ വിട്ടയക്കണം. കെ.സി. അടിവരയിട്ടു. കെ.സി. വേണുഗോപാലിന് പിന്നാലെ കേരളത്തിൽ നിന്നുമുള്ള കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷും ഇതേ വിഷയം ഉന്നയിച്ചിരുന്നു. മലയാളത്തിലാണ് അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരു പ്രധാന രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ഭരണകക്ഷിയായ LDF-ഉം പ്രതിപക്ഷമായ UDF-ഉം പാർലമെന്റിന് പുറത്ത് ഈ വിഷയത്തിൽ വെവ്വേറെ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച 2 മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുമുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അങ്കമാലി ഇളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത്. അസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് തങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. നാരായൺപൂർ ജില്ലയിൽ നിന്നുമുള്ള 3 പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത്. 19 മുതൽ 22 വയസ്സ് വരെയുള്ളവരായിരുന്നു ഈ പെൺകുട്ടികൾ. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജറംഗദൾ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിക്കുകയായിരുന്നു. തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുകയും ചെയ്തു. കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോകുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞിരുന്നു. മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോവാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡും പെൺകുട്ടികൾ ഹാജരാക്കി. തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജറംഗദളോ പോലീസോ തയ്യാറായില്ല എന്നാണ് ആരോപണം. എന്നാൽ മുദ്രാവാക്യം വിളിച്ച പ്രശ്നമുണ്ടാക്കിയെന്നും ഇതോടെയാണ് RPF ഇടപെട്ട് കേസെടുത്തത് എന്നും സഹപ്രവർത്തകർ വ്യക്തമാക്കി. യുവതികളെ മൊഴിമാറ്റി പറയിപ്പിക്കാൻ ബജറംഗദൾ പ്രവർത്തകർ നിർബന്ധിച്ചു എന്ന പച്ചയായ സത്യത്തിന് മുന്നിൽ കണ്ണടയ്ക്കുകയാണ് കേന്ദ്രം. ആഭ്യന്തരം കക്ഷത്ത് വെച്ചിരിക്കുന്ന അമിത്ഷായെ ലക്ഷ്യമാക്കിയാണ് പ്രതിപക്ഷത്തിന്റെ ഒളിയമ്പ് ഇപ്പോഴുള്ളത്. അവർക്കെതിരെ മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ് കേസെടുത്തിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഇവ രണ്ടും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ്.